നമസ്കാരം. മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇപ്പോൾ കട്ടക്കലിപ്പലാണ്. കാരണം CPM-ലെ ഏതൊക്കെ നേതാക്കൾ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞാലും ശരി തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞാലും ശരി തന്നെ, ജി സുധാകരന്റെ പടിയിലേക്ക് CPM-ലെ ഒരു നേതാവിനെയും ചവിട്ടില്ല, അല്ലെങ്കിൽ ചവിട്ടാൻ സമ്മതിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയമാണ് ജി സുധാകരൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം അത്രത്തോളം ജി സുധാകരനെ CPM എന്ന പാർട്ടി പരസ്യമായിട്ടും രഹസ്യമായിട്ടും പൊതുജന മുമ്പിലും ഒക്കെ അപമാനിച്ചിട്ടുണ്ട്. ആ അപമാനം ഇനി എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് തന്നെയാണ് ജി സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയിലേക്കില്ല, പാർട്ടിയുടെ അംഗത്വം ഇനി ഞാൻ പുതുക്കില്ല, ഞാൻ ഇനി BJP-യിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലുമായിട്ട് ജനങ്ങളെ സേവിച്ച് നടന്നോളാം എന്നുള്ള ഒരു നിർണായകമായ ഒരു തീരുമാനമാണ് ജി സുധാകരൻ എടുത്തിരിക്കുന്നത്. അതായത് CPM-ലെ കരുത്തനായ നേതാവായിരുന്ന ജി സുധാകരനെ പാർട്ടി പൂർണ്ണമായും കൈവെടിഞ്ഞിരിക്കുകയാണ്. സുധാകരനുമായി ഇനി യാതൊരുവിധ അനുരഞ്ജന ചർച്ചകൾക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് CPM നേതൃത്വം. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിനെയും പാർട്ടിയെയും ഒരുപോലെ ഉപയോഗിക്കുന്നതായാണ് പുറത്തുവരുന്ന ഇപ്പോഴത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴയിലെ സുധാകരന്റെ വീട്ടിലെത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷണം ഏർപ്പെടുത്തിയതിനോടൊപ്പം പാർട്ടി തലത്തിലും സമാന്തരമായ നിരീക്ഷണ സംവിധാനമാണ് ഇപ്പോൾ സുധാകരനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരു കാലത്ത് പാർട്ടിയെ നയിച്ച നേതാവിനെ സ്വന്തം വീട്ടിൽ തളച്ചിടാനുള്ള CPM-ന്റെ ഈ ശൈലി അണികൾക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും നേതൃത്വത്തോടുള്ള അതിർത്തിയും പരസ്യമാക്കിയ സുധാകരനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. മുമ്പ് സുധാകരനുമായി ചർച്ചകൾക്ക് സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം അടഞ്ഞ ഒരു അധ്യായമാണെന്ന് നേതൃത്വം വ്യക്തമാക്കുകയാണ്. സുധാകരന്റെ വീട്ടിൽ ആരൊക്കെ വരുന്നു, ആരൊക്കെയായിട്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നത്, എന്തിനെ പറ്റി ചർച്ചകൾ നടത്തുന്നു എന്നതിനെ കുറിച്ച് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി തലത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം. ഒരു മുതിർന്ന നേതാവിനെ ക്രിമിനലിനെ പോലെ നിരീക്ഷിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന ആക്ഷേപവും വരുന്നുണ്ട്. ആലപ്പുഴയിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം രൂക്ഷമായ സാഹചര്യത്തിലാണ് സുധാകരനെതിരെയുള്ള നീക്കങ്ങൾ കർശനമാക്കിയത്. ഇനി സുധാകരൻ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയി അംഗത്വം എടുത്താൽ ഇനി സുധാകരനെ വകവരുത്താനാണോ ഈ ഒരു നീക്കമെന്ന സംശയമുണ്ട്. പാർട്ടിയെ വിമർശിക്കുന്നവരോടുള്ള CPM-ന്റെ അസഹിഷ്ണുതയാണ് സുധാകരന്റെ കാര്യത്തിലും പ്രകടനമാകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഒരു കാലത്ത് ആലപ്പുഴയിലെ പാർട്ടിയുടെ പ്രധാന നേതാവിനെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് ഒരു വിഭാഗം അണികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ ഭയപ്പെടുകയാണ് CPM-ലെ മറ്റു നേതാക്കൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാനദണ്ഡ പ്രകാരം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് സുധാകരന് വലിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് പ്രായപരിധി കണക്കിലെടുത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി നിലവിലൊരു ലോക്കൽ ബ്രാഞ്ചിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അദ്ദേഹം ഇത്തവണ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സുധാകരന് പ്രത്യേക പരിഗണന ഒന്നുമില്ല എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്നായിരുന്നു സുധാകരന്റെ പ്രധാനപ്പെട്ട പരാതി. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്ന വികാരമാണ് ഇപ്പോൾ അണികൾക്കിടയിലുള്ളത്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകറ്റുമോ അതോ അനുനയ നീക്കങ്ങൾ ഫലം കാണുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. കേരളത്തിലെ പ്രമുഖനായ ഒരു ഭരണാധികാരിയും സംഘടനാ അനുഭാവിയുമായ സുധാകരൻ സ്വീകരിക്കുന്ന അടുത്ത നിലപാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് അതീവ നിർണായകം തന്നെയാണ്. സുധാകരനെ പാർട്ടി ഒപ്പം കൂട്ടിയില്ലെങ്കിൽ അമ്പലപ്പുഴയിലെ സീറ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആലപ്പുഴ ആ ഭാഗങ്ങളിലോട്ടെല്ലാം CPM-ന് അടിപതറാനുള്ള സാധ്യത കൂടുതലാണ്.